ഒരു BS6 ഒക്കെ ആയതോടെ വണ്ടി ഒന്ന് മായപ്പെട്ടിട്ടുണ്ട്, വണ്ടി ഒന്ന് നല്ല കുട്ടിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല കുട്ടിയാവാത്തവന്മാരാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗ KTM ബൈക്സ് ബിക്കം കാലം വണ്ടി. വെയിറ്റ്, കാണിച്ചു തരാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇമാതിരി കുത്തിക്കഴപ്പും കൊണ്ട് റോഡിലിറങ്ങുന്നവന്മാരാണ് ഈ വണ്ടിക്ക് കാലം വണ്ടി എന്നുള്ള പേര് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഈ വണ്ടിക്ക് മാത്രമല്ല, നമുക്കൊരു നല്ല ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് മൊത്തത്തിൽ തെറികൾ ഏൽപ്പിക്കുന്നത് ഇതുപോലെ 10 പേര് റോഡിൽ കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. BS3 ഇറങ്ങിയ ആ ഒരു ടൈം മുതലാണ് KTM വണ്ടിക്ക് ഇങ്ങനെ ഒരു പേരുദോഷം കേട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അതിൽ ഈ വണ്ടിക്കും ചെറിയൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം അത്രത്തോളം പവറൊക്കെ ആയിട്ടായിരുന്നു ആ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഇത്രയും പവറൊന്നും ഹാൻഡിൽ ചെയ്തിട്ടുള്ള പരിചയം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. സോ അതും അന്ന് വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ടെങ്കിലും ഒരു BS6 ഒക്കെ ആയതോടെ വണ്ടി ഒന്ന് മായപ്പെട്ടിട്ടുണ്ട്, വണ്ടി ഒന്ന് നല്ല കുട്ടിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല കുട്ടിയാവാത്തവന്മാരാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BS3 BS6 എത്തിയപ്പോഴേക്ക് വണ്ടി നന്നായെങ്കിലും നമ്മളിൽ കുറച്ച് പേര് ഇനിയും നന്നാവാനുണ്ട്. അപ്പോൾ അവർ നന്നാവാത്തോടത്തോളം കാലം ആ വണ്ടിയുടെ പേരുദോഷം കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ചിത്തപ്പേര് കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പോലും കാണുന്നില്ല. മീൻസ് അവൻ അത് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് പിടിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. നോക്ക്, നിങ്ങൾ ആ KSRTC ബസ്സിൻ്റെ ഉള്ളിലൊക്കെ അവൻ ചെന്ന് കയറി കൊടുക്കുകയാണ്. അപ്പോൾ ദയവേത് ആരും ഇങ്ങനെയൊന്നും വണ്ടി ഓടിക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇവനായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.